സഭയെ സ്നേഹിക്കുന്ന മാർത്തോമ നസ്രാണി മക്കളുടെ ആത്മാഭിമാനത്തെയും വിശ്വാസത്തെയും പൊതുസമൂഹത്തിനു മുമ്പിൽ വളരെ മ്ലേച്ഛമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന സമകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സീറോ മലബാർ സഭാ വിശ്വാസികൾ ചങ്ങനാശ്ശേരിയിൽ ഒരുമിച്ച് കൂടുന്നു. ഓഗസ്റ്റ് 16 ഉച്ചതിരിഞ്ഞ് 2:30 ചങ്ങനാശ്ശേരിയിലെ അരിക്കത്തിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ ഒരുമിച്ച് ചേരൽ. ഇനി പറയാൻ പോകുന്നത് വിശുദ്ധ പാരമ്പര്യത്തെ കുറിച്ചാണ്. കൈമാറി കിട്ടിയതെന്തോ അതാണ് പാരമ്പര്യം. പൂർവികരിൽ നിന്നും തലമുറകളായി കൈമാറി കിട്ടുന്നതാണ് പാരമ്പര്യം. വിശ്വാസ പാരമ്പര്യം അഥവാ വിശ്വാസ പൈതൃകമാണ് കൈമാറി കിട്ടുന്നത്. സ്ലീഹന്മാരുടെ മിശിക അനുഭവം കൈമാറി യുഗാന്ത്യം വരെ എത്തുന്നത് പാരമ്പര്യത്തിലൂടെയാണ്. സുവിശേഷങ്ങൾ രചിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സഭയുടെ പാരമ്പര്യം ഉടലെടുത്തു എന്ന് നമുക്കറിയാം. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവിക വെളിപാട് കൈമാറപ്പെടുന്ന രണ്ട് വഴികളാണ് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും. പാരമ്പര്യത്തെ വിശുദ്ധ പാരമ്പര്യം എന്നാണ് സഭ വിളിക്കുന്നത്. കൈമാറ്റപ്പെട്ട് കിട്ടുന്നതാണ് പാരമ്പര്യം, കൈമാറുന്നതാണ് പാരമ്പര്യം, കൈമാറേണ്ടതാണ് പാരമ്പര്യം. എന്താണ് കൈമാറുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ പാരമ്പര്യത്തിന്റെ ഉറവിടം മനസ്സിലാക്കണം. പാരമ്പര്യത്തിന്റെ ഉറവിടം ഈശോ മിശിഹായാണ്. ഈശോ മിശിഹായിൽ പൂർത്തിയായ രക്ഷാകര സംഭവമാണ് പാരമ്പര്യത്തിന്റെ കാതൽ. ഈശോ മിശിഹ അത് സ്ലീഹന്മാർക്ക് കൈമാറി, സ്ലീഹന്മാർ അത് ആദിമ സഭയ്ക്ക് കൈമാറി, സഭാപിതാക്കന്മാർ അതിനെ പരിപോഷിപ്പിച്ചു. സ്ലീഹന്മാരുടെ മിശിഹ അനുഭവമാണ് അവർ കൈമാറിയത്. ഈ കൈമാറ്റം നടക്കുന്നത് സഭയിലൂടെയാണ്. അതുകൊണ്ട് പാരമ്പര്യത്തിന്റെ സൂക്ഷിപ്പുകാരി അഥവാ സംരക്ഷക സഭയാണ്. എഴുതപ്പെട്ട പാരമ്പര്യമാണ് ദൈവവചനം, ചിത്രീകരിക്കപ്പെട്ട പാരമ്പര്യമാണ് ഛായാചിത്രങ്ങൾ, ആഘോഷിക്കപ്പെടുന്ന പാരമ്പര്യമാണ് ആരാധനാക്രമം. തോമാസ് ലീഹായ്ക്ക് കിട്ടിയ മിശിഹ അനുഭവം അഥവാ പാരമ്പര്യമാണ് തോമാസ് ലീഹ മാർത്തോമ നസ്രാണികൾക്ക് നൽകിയത്. മാർത്തോമാസ് ലീഹ സഭയിൽ, അതായത് സീറോ മലബാർ സഭയുടെ കുർബാനയിൽ വളരെ വ്യക്തമായി ഇത് ആവർത്തിക്കുന്നുണ്ട്. കർത്താവായ ദൈവമേ, നീ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നീ നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച്, കർത്താവ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നതെന്നും ഞങ്ങൾ ഇത് ആഘോഷിക്കുന്നതെന്നും ഞങ്ങൾ ഇത് കൈമാറുന്നതെന്നുമാണ് കുർബാനയിൽ ഏറ്റുപറയുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഓരോ വിശ്വാസികളുടെയും കടമയാണ്.